أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذ بوأنا لإبراهيم مكان البيت ألا تشرك بي شيئا وطهر بيتي للطائفين والقائمين والركع السجود وأذن في الناس بالحج يأتوك رجالا وعلى كل ضامر يأتين من كل فج عميق. സമാദരണീയരായ സത്യവിശ്വാസികളെ, മാന്യ സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ മാനിച്ച് ധർമ്മനിഷ്ഠയോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പരമാവധി ശ്രദ്ധിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഞാൻ ആദ്യമേ ഉണർത്തുകയും തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയും ചെയ്യുന്നു. ലോകമെമ്പാടുമുള്ള വിശ്വാസികളെ പവിത്രമായ ഹജ്ജ് കർമ്മം നിർവഹിക്കാനായി പരിശുദ്ധ മക്കയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനകം എത്തിച്ചേർന്നവരും ഇനിയും എത്തിച്ചേരാൻ പ്രയത്നിക്കുന്നവരും ധാരാളമുണ്ട്. നമ്മുടെ സഹോദരങ്ങൾക്കെല്ലാം അന്യോന്യമായ വിധം മഖബൂലും മബ്റൂറുമായ രൂപത്തിൽ ഹജ്ജും ഉംറയും അനുബന്ധ കർമ്മങ്ങളും നിർവഹിക്കുവാനുള്ള തൗഫീഖും അതുപോലെ തന്നെ ചുറ്റുപാടും ശാരീരികമായ ആഫിയത്തുമൊക്കെ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതര ആരാധനാ കർമ്മങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഇബാദത്താണ് ഹജ്ജ് എന്ന് നമുക്കറിയാം. കേവലമായ ഒരു ആത്മീയതയല്ല ഹജ്ജ് എന്ന കർമ്മം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിശുദ്ധമായ ഒരു തീർത്ഥാടനമാണ് ഹജ്ജ് എന്ന് നമുക്കറിയാം. ഹജ്ജ എന്ന ക്രിയാപദത്തിന് അത്തരത്തിലുള്ള ഒരു അർത്ഥവും ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയുടെ കരയുടെ മധ്യഭാഗമായി ലോകം കാണുന്ന മക്കയിലേക്കാണ് തീർത്ഥാടനം വിശ്വാസിയോട് ആവശ്യപ്പെട്ടത് എന്നത് ശ്രദ്ധേയമാണ്. മക്കയ്ക്ക് ഭൂമിശാസ്ത്രപരമായിട്ട് ഒരുപാട് പ്രത്യേകതകളുണ്ട്. മനുഷ്യ സംസ്കാരത്തിൻ്റെയും നാഗരികതയുടെയും വളർച്ചയുടെ ഒരു പ്രഭവ കേന്ദ്രമാണ് യഥാർത്ഥത്തിൽ മക്ക ഉൾക്കൊള്ളുന്ന പ്രദേശം. വിശുദ്ധ ഖുർആനിൻ്റെ അവതരണവുമായി ബന്ധപ്പെട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ലിതുൻസിറ ഉമ്മൽ ഖുറ വമൻ ഹൗലഹ എന്ന ഒരു പ്രയോഗം നടത്തിയിട്ടുണ്ട്. ഖുർആൻ അല്ലാഹു അവതരിപ്പിച്ചു തന്നത്, ഇറക്കി തന്നത് എല്ലാ നാടുകളുടെയും മാതാവായ ഉമ്മുൽ ഖുറയുടെയും അതിൻ്റെ ചുറ്റുഭാഗത്തുമുള്ള മുഴുവൻ പ്രദേശങ്ങളിലേക്കുമാണ്. അപ്പോൾ എല്ലാ നാടുകളുടെയും രാജ്യങ്ങളുടെയും വൻകരകളുടെയും പ്രദേശങ്ങളുടെയും ഏകദേശം മധ്യഭാഗത്താണ്
ഭൂമി എടുത്തു നോക്കിയാൽ, അതിൻ്റെ പടം എടുത്തു നോക്കിയാൽ കരയുടെ ആ മധ്യഭാഗമാണ് യഥാർത്ഥത്തിൽ മക്ക. ലോകത്തിൻ്റെ മധ്യഭാഗത്തേക്കാണ് ഹജ്ജ് ചെയ്യാൻ അള്ളാഹു പോകാൻ കൽപ്പിച്ചത്, അല്ലാതെ ആർട്ടിക്കോ അന്റാർട്ടിക്കോ അല്ല. പൗരസ്ത്യദേശം എന്ന് മനുഷ്യൻ കണക്കാക്കുന്ന ആ ഒരു പ്രദേശം കണക്കാക്കിയിട്ട് അതിൻ്റെ ഒരു അറ്റത്തേക്കല്ല. പടിഞ്ഞാറൻ നാടുകൾ എന്ന് മനുഷ്യന്മാർ പറയുന്ന മനസ്സിലാക്കിയ ആ പടിഞ്ഞാറിൻ്റെ അറ്റത്തേക്കുമല്ല, ഏതെങ്കിലും ഒരു അറ്റത്തേക്കല്ല, മറിച്ച് മധ്യഭാഗത്തേക്കാണ്. അത് ഭൂമിശാസ്ത്രപരമായിട്ട് അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇനിയും ശാസ്ത്രജ്ഞർ ഒരുപാട് അത് ഭൂമിയുടെ കാന്തിക വലയത്തിൻ്റെ ഒരു പ്രധാന കേന്ദ്രമാണ് ഈ മക്ക ഉൾക്കൊള്ളുന്ന പ്രദേശം എന്ന് വിലയിരുത്തിയവരുണ്ട്, നിരീക്ഷിക്കുന്നവരുണ്ട്. ഏതായിരുന്നാലും അത്തരം ഒരു പ്രത്യേകത. അതുപോലെ തന്നെ ഭൂമിയുടെ അക്ഷാംശവും രേഖകളും തമ്മിൽ സന്ധിക്കുന്നത് യഥാർത്ഥത്തിൽ മക്കയിലാണ്. അതും ഭൂമിശാസ്ത്രപരമായിട്ട് ശാസ്ത്രീയമായി നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു സംഗതിയാണ്. ഓരോ വർഷവും 2 പ്രാവശ്യം വിശുദ്ധ കഅബാലയത്തിൻ്റെ മുകളിലൂടെ സൂര്യൻ കടന്നു പോകുന്നുണ്ട്. ആ ദിവസങ്ങളിൽ ഏത് നാട്ടിലുള്ള മനുഷ്യന്മാർ അവരുടെ സൂര്യൻ്റെ നിഴല് നോക്കിയാൽ അത് കഅബക്ക് നേരെ അഭിമുഖമായിട്ടാണ് ചെന്നെത്തുക എന്ന ഒരു പ്രത്യേകതയും നമുക്കറിയാവുന്നതാണ്. അവിടെയുള്ള ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് ധാരാളം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അടുത്ത ഖുതുബകളിൽ നമുക്ക് കേൾക്കാവുന്നതാണ്. ഏതായിരുന്നാലും ഇത്തരത്തിലുള്ള കുറേ പ്രത്യേകതകളുണ്ടെങ്കിലും ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭമായി വിശ്വാസികൾ കരുതുന്ന ഹജ്ജിനെക്കുറിച്ച് മറ്റ് ഇബാദത്തുകൾ പോലെ തന്നെ ഒരുപാട് തെറ്റിദ്ധാരണയും അജ്ഞതയും മനുഷ്യന്മാരെ മനസ്സിലുണ്ട്. എന്താ ഹജ്ജിന് പോകാത്തതെന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളായി ആൾക്കാർ പറയുന്നൊരു മറുപടി ഉണ്ട്, ഇബ്രാഹിം നബീൻ്റെ വിളി കേട്ടിട്ടില്ല എന്നുവെച്ചാൽ ഇപ്പോഴും ഇബ്രാഹിം നബി ഹജ്ജിൻ്റെ സമയമാകുമ്പോൾ ഖബറിൽ നിന്ന് എണീറ്റ് മക്കയുടെ ഏതെങ്കിലും ഒരു കോണിൽ നിന്ന് വിളിച്ചു പറയുമെന്നും ആ വിളിയാളം കേൾക്കുന്നവർക്കാണ് ഹജ്ജിന് പോകാനുള്ള സൗകര്യം ലഭിക്കുന്നത് എന്നും വിശ്വസിക്കുന്ന ധാരാളം മനുഷ്യന്മാർ നമുക്കിടയിലുണ്ട്. യഥാർത്ഥത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കഅബാലയം നിർമ്മിക്കേണ്ട സ്ഥലം കാണിച്ചു കൊടുത്തു. ഞാൻ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹജ്ജിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതുമായി ബന്ധപ്പെട്ട് നമ്മെ പഠിപ്പിച്ച 26-27 ആയത്തുകളാണ് നിങ്ങളെ ഓതിക്കേൾപ്പിച്ചത്. അല്ലാഹു പറയുന്നു, ഇത് ബവ്വഇനാ ലി ഇബ്രാഹീമ മക്കാനൽ ബൈത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് വിശുദ്ധ ഗേഹം നിൽക്കുന്ന സ്ഥലം അല്ലെങ്കിൽ അത് സൗകര്യപ്പെടുത്തി കാണിച്ചു കൊടുത്തു. നേരത്തെ അവിടെ കഅബ ഉണ്ടായിരുന്നു, അതിൻ്റെ പുനർനിർമ്മാണമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നിർമ്മിച്ചത് എന്ന് അഭിപ്രായപ്പെടുന്ന ധാരാളം മുഫസ്സിറുകളുണ്ട്. ആ അഭിപ്രായമനുസരിച്ച് ആദ്യം കഅബാലയം നിർമ്മിച്ചത് അള്ളാഹുവിൻ്റെ വിശുദ്ധരായ മലക്കുകളാണെന്നും പിന്നീട് ആദം അലൈഹിസ്സലാത്തു വസ്സലാമും അതിൻ്റെ പുനർനിർമ്മാണം നിർവഹിച്ചുവെന്നും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിൽ അതിൻ്റെ ഒരു പുനർനിർമ്മാണമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമും ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമും നിർവഹിച്ചത് എന്നും അഭിപ്രായപ്പെടുന്നുണ്ട്. ഏതായിരുന്നാലും വിശുദ്ധ ഖുർആൻ ഇവിടെ പ്രയോഗിച്ച പ്രയോഗം ഇത് ബവ്വഇനാ ലി ഇബ്രാഹീമ മക്കാനൽ ബൈത്ത്, വിശുദ്ധ കഅബാലയം നിൽക്കുന്ന സ്ഥലം അല്ലെങ്കിൽ നിർമ്മിക്കേണ്ട സ്ഥലം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് സൗകര്യപ്പെടുത്തി കൊടുത്ത സന്ദർഭം ശ്രദ്ധേയമാണ്.
എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട്, നമ്മുടെ ആദർശ പിതാവിനോട് അല്ലാഹു കൽപ്പിച്ചു, അല്ലാ തുശ്രിക് ബി ശൈആ, യാതൊന്നിനെയും പങ്കു ചേർക്കാൻ പാടില്ല, എന്നിൽ പങ്കു ചേർക്കാൻ പാടില്ല എന്നും, വതശ്ശിർ ബൈത്തിയ, ആ നിർമ്മിക്കുന്ന വിശുദ്ധ ഗേഹം എൻ്റെ ഗേഹം, കഅബാലയത്തിന്റെ പ്രത്യേകതയാണത്, അത് ശുദ്ധിയാക്കി വെക്കേണ്ടതുണ്ട്. ആർക്കു വേണ്ടി? ലിത്വാഇഫീന, ആ വിശുദ്ധ ഗേഹം തവാഫ് ചെയ്യുന്നവർക്ക് വേണ്ടി, വൽ ഖായിമീന വറുകഇ സുജൂദ്, സുജൂദിൽ ആയിക്കൊണ്ട് അല്ലാഹുവിനെ നമിച്ചുകൊണ്ടും റുകൂഇലായിക്കൊണ്ടും നിന്ന് നമസ്കരിച്ചുകൊണ്ടുമൊക്കെ അല്ലാഹുവെ ഇബാദത്ത് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി ആ വിശുദ്ധ ഗേഹം എല്ലാ അർത്ഥത്തിലും ശുദ്ധീകരിക്കണം. നജസിൽ നിന്ന് മാത്രമല്ല. ഏറ്റവും വലിയ നജസ് ശിർക്കാണ്. ഇന്നമൽ മുശ്രികൂന നജസുൻ എന്ന് ഖുർആൻ പ്രയോഗിച്ച ആ അർത്ഥത്തിലാണ്. ആ മുശ്രിക്കീങ്ങൾ മൊത്തം നജസ, മലിനമാണ്. ചിലപ്പോൾ തൊട്ടാൽ മേലെന്ന് പ്രത്യേകിച്ച് ഇങ്ങോട്ട് മാലിന്യം ആവില്ലെങ്കിലും മാലിന്യ കൂമ്പാരം എവിടെയുള്ളത്? ഈ ശിർക്ക് ചെയ്യുന്നവരുടെ മനസ്സിലാണ്. അതുകൊണ്ട് ഫലാ തഖറബൂഹ, അവർ ഒരിക്കലും ആ ശിർക്കൻ മനസ്സ് വെച്ചെന്ത് ചെയ്യരുത്, ഇങ്ങോട്ട് വരാനേ പാടില്ല. അതുകൊണ്ടാണ് മുശ്രിക്കീങ്ങൾക്ക്, കാഫിറുകൾക്ക്, അവിശ്വാസികൾക്ക് പ്രത്യേകമായ ചില നിബന്ധനകൾ, അതിനൊക്കെ വർഗീയവൽക്കരിക്കാൻ വളരെയേറെ ശ്രദ്ധിക്കുന്ന ആൾക്കാരുണ്ട്. എന്താണ് അങ്ങനെ? എല്ലാവർക്കും ഒന്ന് കണ്ടൂടെ, എല്ലാവർക്കും അവിടെ പോയിക്കൂടെ? അങ്ങനെ പോകാൻ അനുമതി ചോദിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിമാർ വരെയുണ്ട്. പക്ഷേ അനുവാദം കിട്ടിയിട്ടില്ല. അത്തരം ശിർക്കൻ പ്രവർത്തനങ്ങളോട് ഒരു വിശ്വാസിക്ക് യോജിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇവിടെ ഉച്ചകോടിക്ക് വന്നപ്പോൾ നമ്മളെ സൗദി രാജകുമാരൻ എല്ലാവരും പോയി വന്നിച്ചപ്പോഴും പുഷ്പം അർപ്പിച്ചപ്പോഴും റീത്തിട്ടപ്പോഴും ആ വൈക്ക് പോകാതിരുന്നത്. അല്ലാതെ പിന്നെ കുറച്ച് ശിർക്ക് നമ്മളും ചെയ്യാം, കുറച്ചൊക്കെ നിങ്ങൾ ഇങ്ങോട്ടും പോന്നോളി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കോംപ്രമൈസ് ശിർക്കിന്റെ വിഷയത്തിൽ വിശ്വാസിക്ക് പറ്റൂല എന്നർത്ഥം. മതസൗഹാർദ്ദമാകാം, മതമൈത്രിയുമാകാം. ഏത് മതസ്ഥനെയും ഒരുപോലെ കാണുകയും അവൻ്റെ എല്ലാ കാര്യത്തിലും ഇടപെടുകയും അവനെ പരമാവധി സഹായിക്കുകയും അവനെ സുഹൃത്തായി സ്വീകരിക്കുകയും ഒക്കെ ചെയ്യാം, ഒരു കുഴപ്പമില്ല. അതേസമയത്ത് ഓൻ്റെ സുഹൃത്താണ്, അതുകൊണ്ട് ഓൻ്റെ കുറച്ച് വിശ്വാസം ഞാനെടുക്കാം, എൻ്റെ കുറച്ച് വിശ്വാസം ഓൻ അങ്ങോട്ടും കൊടുക്കാം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഇത് മതത്തെ, ആ വിശ്വാസത്തെ, ആദർശത്തെ മലിനമാക്കലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു തരത്തിലും അത് ചെയ്യാൻ പാടില്ല എന്ന് പ്രത്യേകം പഠിപ്പിച്ചു. ഇന്നത്തെ കാലത്ത് പ്രത്യേകം എടുത്തു പറയേണ്ട ചില സംഗതികളാണ് ഇതൊക്കെ. കാരണം ഹജ്ജ് പോലും ശിർക്കിന് വേണ്ടിയാണ് എന്ന് വാദിക്കുന്ന ആളുകൾ പുറത്തല്ല, അകത്താ. അത് ചിലപ്പോൾ പൂക്കോട്ടൂരിൽ നിന്നാവും നമ്മൾ കേൾക്കണത്, അല്ലെങ്കിൽ മൂത്തേടത്തു നിന്നാവും നമ്മൾ കേൾക്കണത്. അണ്ട് നമ്മളെ മലപ്പുറം ജില്ലല്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ശിർക്ക് ആര് പറഞ്ഞാലും ശിർക്കാ. അവർ ഹജ്ജിനെ മഹത്വവൽക്കരിക്കുന്നത് എങ്ങനെയാണ്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാൽക്കീഴിൽ പോയിട്ടാണ് സുജൂദ് ചെയ്യുന്നത് എന്നാണ് പഠിപ്പിക്കുന്നത്. ആലോചിച്ച് നോക്കണം നിങ്ങൾ, എന്തുമാത്രം വികൃതമാക്കപ്പെടുകയാണ് ദീന്. പുറത്തു നിന്നുള്ള ഒരാളാണ് ഇത് പറയണതെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഇസ്ലാമിൽ വിശ്വാസമില്ലാഞ്ഞിട്ടാണ് പറയണത് എന്ന് പൊതുജനം മനസ്സിലാക്കും. അതേസമയത്ത് തൊപ്പിയിട്ട ആലിമ്യങ്ങളാണ് പഠിപ്പിക്കുന്നത് ആളുകളെ. ഉംറക്ക് പോകുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചൊരു മീഖാത്തുണ്ട്. പക്ഷേ കോഴിക്കോട് കരിപ്പൂരെത്തിയപ്പോൾ കൂട്ടത്തിൽ വരുന്ന സ്ത്രീകൾ പറയുന്നു, കുറേ ആളുകൾ അതാ തെൽബിയത്ത് ചൊല്ലുന്നു. അവിടെ വെച്ച് നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് ഇവിടുന്ന് പറഞ്ഞ് പഠിപ്പിച്ച് കൊണ്ടുപോവുകയാണ്. ആലോചിച്ച് നോക്കണം നിങ്ങൾ. അവിടെ എത്തിയപ്പോഴേക്ക് പലതും കാണുകയാണ്. ഞാൻ ചോദിച്ചു, ആരാണ്, എന്താണ്? ഞങ്ങളൊന്ന് ചെന്ന് നോക്കി, അവിടെ അതാ തെൽബിയത്ത് ചെല്ലിക്കണ്, എല്ലാവരും ഇഹ്റാമിൽ പ്രവേശിച്ചിക്കണ്, നമ്മളെന്താണത് ചെയ്യാത്തത് എന്നാണ്. പഠിപ്പിച്ചതൊക്കെ വെറുതാകുകയാണ്.
ഞാൻ പറഞ്ഞു തെൽബിയത്ത് ചൊല്ലി ഇഹ്റാമിൽ പ്രവേശിക്കണം എന്നുണ്ടെങ്കിൽ അള്ളാന്റെ റസൂല് ഇതിന് പഠിപ്പിച്ച മര്യാദ മീഖാത്തിലെത്തുക എന്നുള്ളതാണ്. വേഷം നമുക്ക് തിരിച്ചു പോകാൻ വിമാനത്തിൽ നിന്ന് അപ്പക്കപ്പോഴേ ഇഹ്റാമിൽ പ്രവേശിക്കാൻ കഴിയൂല. അതുകൊണ്ട് ഇഹ്റാമിന്റെ വേഷം ധരിച്ചെന്ത് ചെയ്യാ, വിമാനത്തിൽ കയറാം. പക്ഷേ ലബ്ബൈക അല്ലാഹുമ്മ ഉംറതൻ എന്ന് പറഞ്ഞുകൊണ്ട് നിയ്യത്ത് വെച്ച് ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത് നമുക്ക് നിശ്ചയിച്ച മീഖാത്ത് എവിടെയാണോ അവിടെ ഫ്ലൈറ്റ് എത്തുമ്പോഴാണ്. അത് നമ്മൾ ആവശ്യപ്പെടുകയാണെങ്കിൽ പിന്നെ പൈലറ്റ് ആ വിവരം അറിയിക്കും. എയർ ഹോസ്റ്റസ് നമ്മളോട് വന്നിട്ട് പറയും, ദാ നിങ്ങളുടെ മീഖാത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്, നിങ്ങൾക്ക് ഇഹ്റാമിൽ പ്രവേശിക്കാമെന്ന്. പക്ഷേ ആളുകൾ എന്ത് ചെയ്യുന്നു? എന്താണ് അതിനുള്ള ന്യായം എന്നറിഞ്ഞൂടാ. ഒരു ഭാഗത്ത് നിന്ന് അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടെ ബാത്റൂമാണ്. ആ ബാത്റൂമിൻ്റെ അടുത്ത് നിന്നിട്ട് ആ മൂലക്കൽ നിന്നിട്ടാണ് എല്ലാവരും കൂടെ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ചെല്ലണത്. ആ ഫ്ലൈറ്റിൽ 5 വ്യത്യസ്ത തട്ടങ്ങളുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ 5 ഗ്രൂപ്പ് ഉണ്ട് എന്നർത്ഥം. നമുക്ക് വേഗം മനസ്സിലാക്കും ഈ തട്ടം കണ്ടാൽ, ഓരോ ഗ്രൂപ്പിനെയും കളർ കൊണ്ടും അതിൻ്റെ കോലം കൊണ്ടൊക്കെ. ആ അഹിപ്പെട്ട ഒരു തട്ടട്ട കൂട്ടരാണ് അവിടെ ചെന്നുകാണ്ട് തെൽബിയത്ത് ചെല്ലിട്ട് പോണത്. ഞാൻ പറഞ്ഞു വിഷമിക്കേണ്ടതില്ല, നമ്മളെ മീഖാത്ത് എത്തിയിട്ടില്ല, ഓലെ മീഖാത്ത് ഒരു പക്ഷേ ആ കക്കൂസായി കണക്കാക്കിയിരിക്കണം. നമ്മളതിൽ ബേജാറാകേണ്ട ഒരു കാര്യമില്ല. മീഖാത്തിലെത്തുമ്പോൾ നിങ്ങളെ കൃത്യമായി അറിയിക്കും. ആലോചിച്ച് നോക്കണം നിങ്ങൾ. അതേ ആളുകൾ തന്നെ സുബഹി നമസ്കരിക്കുന്നില്ല ഫ്ലൈറ്റിൽ. അനുഭവങ്ങളാണ് പറയുന്നത്. എന്തിനാണെന്നറിയോ? ഓരോ ദീനീ വിഷയത്തിലും സമൂഹം എത്രമാത്രം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ ഹജ്ജ് ചെയ്യുന്ന ആളുകളെപ്പോലും കൊണ്ടുപോയിട്ട് നിസ്കരിക്കാൻ അവരെ അനുവദിക്കാത്ത അവസ്ഥ. ഉംറക്കും ഹജ്ജിനും കൊണ്ടുപോകുമ്പോൾ സ്ത്രീകൾക്ക് നിസ്കരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞിട്ട് ആ വിശുദ്ധ കഅബാലയത്തിനകത്തു നിന്നും അവരെ പുറത്തേക്ക് കൊണ്ടുപോകുന്നു. ജുമഅക്ക് ആളുകൾ പോകുന്ന സന്ദർഭത്തിൽ ജുമഅ നിർവഹിക്കാൻ സമ്മതിക്കാതെ സ്ത്രീകളെയും കൂട്ടി വിശുദ്ധ കഅബാലയം സ്ഥിതി ചെയ്യുന്ന മസ്ജിദുൽ ഹറാമിൽ നിന്ന് തങ്ങളുടെ ഗ്രൂപ്പിൽപ്പെട്ട ആളുകളെ റൂമിലേക്ക് തെളിച്ചു കൊണ്ടുപോകുന്നു. സുബ്ഹാനല്ലാഹ്, എത്രമാത്രം വികൃതവൽക്കരിക്കപ്പെടുകയാണ് അവിടെ. ആ കൂട്ടത്തിലാണ് നമ്മൾ വേറെയും വഅള് കേൾക്കുന്നത്. അതെന്താണ്? മക്കൾക്കും മദീനക്കൊന്നും അത്ര വലിയ പ്രാധാന്യമൊന്നുമില്ല. ഏത് സമയത്താണ് അത് പറയുന്നത്? ലോകമെമ്പാടുമുള്ള ജനകോടികൾ, മുസ്ലിം ജനകോടികൾ ആ വിശുദ്ധ ഗേഹത്തെ പവിത്രമായി കാണുകയും ലക്ഷോപലക്ഷം ജനങ്ങൾ ഹജ്ജിനായി പുറപ്പെടുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ ഇസ്ലാമിലെ പവിത്രമായ ഒരു കർമ്മത്തെ വളരെ ഇകഴ്ത്തി കാണിക്കുന്നു. മക്കൾക്ക് പ്രാധാന്യമില്ല. എവിടെയോ നിന്റെ കഅബയൊക്കെ, എവിടെ നിന്റെ ഇബ്രാഹിം എന്നൊക്കെ പറഞ്ഞിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും വിശുദ്ധ കഅബാലയത്തെ തന്നെയും അത്തരം പവിത്രമായ വിശ്വാസങ്ങളെയും ആദർശങ്ങളെയും ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഇസ്ലാമിൻ്റെ ശആഇർ മതചിഹ്നങ്ങളെയും ഇകഴ്ത്തി കാണിക്കുന്നു. ഒരുപക്ഷെ ജൂത സ്വാധീനമാകാം, അതല്ലെങ്കിൽ അവരുടെ തരീഖത്തുകളുടെ വീക്ഷണമാകാം, അതുമല്ലെങ്കിൽ അവർക്ക് ഈ പവിത്രമായ സ്ഥലങ്ങളിലേക്ക് കടക്കേണ്ടതില്ല എന്ന ബാൻ കിട്ടിയതുകൊണ്ടാകാം, അതുമല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്തുള്ള ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ ശത്രുക്കളെ പ്രീണിപ്പിക്കാനാകാം. എന്തായിരുന്നാലും ഇവരൊക്കെ ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ കൊടിയ ശത്രുക്കളായിട്ടാണ് ഇവിടെ ഇത്തരം സന്ദർഭങ്ങളിൽ രംഗപ്രവേശനം ചെയ്യുന്നത് എന്നത് ഏതൊരു വിശ്വാസിയുടെയും മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്ന സംഗതികളാണ്. നഊദു ബില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ ഒന്നായിട്ട് ഇസ്ലാമിനെ വിശ്വാസിക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. ഇന്നല്ലാഹ ഹറമ മക്ക യൗമ ഖലഖസ് സമാവാതി വൽ അർള്. ഈ ആകാശഭൂമികളെ സൃഷ്ടിച്ച നാൾ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കക്ക് പവിത്രത കൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചു, ഫഹിയ ഹറാമുൻ ബിഹറാമില്ലാഹ് ഇലാ യൗമിൽ ഖിയാമ. അന്ത്യനാൾ വരേക്കും ആ വിശുദ്ധ മക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പവിത്രത കൽപ്പിച്ചിട്ടുണ്ട്.
ദീർഘമായ ഹദീസിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, അതുകൊണ്ട് ആ പരിസ്ഥിതി പോലും പരിരക്ഷിക്കപ്പെടണമെന്ന് ഇസ്ലാം കൽപ്പിച്ചു. അവിടുത്തെ ജീവികളെ വേട്ടയാടാൻ ഒരാൾക്ക് അനുവാദമില്ല. ലാ യുൻഫറു സ്വൈദഹാ വലാ യുഅല്ലദു ഷജറഹാ, അവിടെയുള്ള ചെടികൾ വെട്ടി നശിപ്പിക്കാൻ പാടില്ല. വലാ യുഖ്തല ഖലാഹാ ലാ തഹല്ലു ലഖതഹാ ഇല്ലാ ലിമുൻഷിർ, സ്വന്തം സാധനം നഷ്ടപ്പെട്ട ഒരാളിന് ആ നഷ്ടപ്പെട്ട സാധനം അന്വേഷിക്കുക എന്നല്ലാതെ അവിടെ അത്തരത്തിലുള്ള പ്രവൃത്തികൾ പോലും പാടില്ല. അങ്ങനെ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പവിത്രത പറഞ്ഞപ്പോ ഫഖാല അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു പ്രവാചകനോട് പ്രത്യേകം ആവശ്യപ്പെട്ടു, പ്രവാചകരെ എല്ലാം ഹറാമാക്കുമ്പോ ഈ പരിസ്ഥിതിയിൽ ഇവിടുത്തെ ചെടികളും സസ്യലതാദികളും മുറിക്കാൻ പാടില്ല എന്ന് പറയുമ്പോ ഇവിടെയുള്ള ആളുകള് അവരുടെ കൂരകൾ മേയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇദ്ഖർ എന്ന പ്രത്യേകമായ ഒരു പുല്ലുണ്ട്, അതും കൂടെ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് ആളുകൾക്കൊരു വിഷമമാവും. കാരണം അവരുടെ കൊച്ചു കൂരകളും മാലകളും ഒക്കെ മേയുന്നത് ഇത്തരം പുല്ലുപയോഗിച്ചാണ്. അതുകൊണ്ട് ഇല്ലൽ ഇദ്ഖർ യാ റസൂലല്ലാഹ് എന്ന് അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു ഇദ്ഖർ എന്ന സവിശേഷമായ അവിടുത്തെ ഒരു പുല്ല് ഒഴിവാക്കി കിട്ടാൻ പ്രവാചകനോട് ആവശ്യപ്പെട്ടപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആവശ്യമായവർക്ക് ഇദ്ഖർ എന്ന ആ വീടും മറ്റും മേയുന്ന പുല്ല് എടുക്കാം, മറ്റുള്ളതൊന്നും എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ആ സവിശേഷമായ ഒരു പരിസ്ഥിതി വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കയും അതുപോലെ തന്നെ പരിസരവുമായി ബന്ധപ്പെട്ട് നമ്മളെ പഠിപ്പിക്കുകയുണ്ടായി. പ്രവാചകൻ പറഞ്ഞു, ഇന്നല്ലാഹ കതബ അലൈക്കുമുൽ ഹജ്ജ ഫഹജ്ജു, ഹജ്ജ് നിങ്ങൾക്ക് ഫർളായി നിശ്ചയിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഹജ്ജ് ചെയ്യണം. ഇത് പറഞ്ഞപ്പോൾ ഒരു സ്വഹാബി ചോദിച്ചു, എല്ലാ വർഷവും ചെയ്യേണ്ടതുണ്ടോ? അക്കുല്ല ആം യാ റസൂലുള്ളാഹ്. ഫസക്കത്ത നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോഴും അല്ലാഹുവിൻ്റെ പ്രവാചകൻ അല്പം മൗനിയായി. സുമ്മ ആദ സുആൽ ഫഖാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും വീണ്ടും എല്ലാ വർഷവും ഹജ്ജ് ചെയ്യണോന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ ഖുൽതു നഅം ലവജബത്, അതേ എന്ന് ഞാനെങ്ങാനും പറഞ്ഞാൽ അത് നിർബന്ധമാവും. വലമ്മസ്തതഅതുൽ ഹജ്ജ മറ വാഹിദൻ ഫിൽ വമാ സാദ ഫഹുവ തതവ്വഅ, നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരിക്കൽ ഹജ്ജ് നിർവഹിക്കാം, അതല്ല കൂടുതൽ നിർവഹിക്കാനുള്ള ശേഷി നിങ്ങൾക്കുണ്ടെങ്കിലോ അത് നിങ്ങളിൽ നിന്ന് ഒരു പുണ്യകർമ്മമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഗണിക്കും. ഇങ്ങനെ ആ മക്കയുടെയും പരിസരത്തിൻ്റെയും മക്കയിൽ പോയി ഹജ്ജ് ചെയ്യുന്നതിൻ്റെയും ഒക്കെ പ്രാധാന്യം ധാരാളമായി ഖുർആനിലും ഹദീസിലും നമുക്ക് കാണാൻ പറ്റും. ആ പവിത്രമായ ഹജ്ജ് എന്ന കർമ്മത്തെ മനസ്സിലേറ്റുകയും ഹജ്ജ് ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഹജ്ജ് ചെയ്തവരാണെങ്കിൽ പോലും ഹജ്ജ് ചെയ്യാൻ വീണ്ടും സൗകര്യം ലഭിക്കാനായി പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നത് ഈ സന്ദർഭത്തിൽ നമുക്ക് ചെയ്യാനുള്ള ഒരു കടപ്പാടാണ്, നമ്മുടെ ഒരു ബാധ്യതയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിശുദ്ധ ഗേഹത്തിൻ്റെയും ആ പവിത്രമായ മക്കയുടെയും ഒക്കെ ആ പവിത്രത അന്ത്യനാൾ വരെയും കാത്തു സൂക്ഷിക്കുകയും നമുക്കൊക്കെയും ആ പവിത്രമായ ഗേഹത്തിൽ പോയി ഹജ്ജ് നിർവഹിക്കുവാനുള്ള മഹത്തായ സൗഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين.
അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഹഖ്ഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ മാനിച്ച് തഖ്വയോടെ ജീവിക്കാൻ ശ്രദ്ധിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഞാൻ ഒരിക്കൽ കൂടി ഉണർത്തുകയും തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയും ചെയ്യുന്നു. കഴിഞ്ഞ 1-2 ഖുതുബകളിൽ സ്കൂളുകളും മദ്രസകളുമൊക്കെ തുറക്കുന്ന സമയമായതുകൊണ്ട് സ്കൂൾ വിദ്യാഭ്യാസത്തെപ്പോലെ പ്രാധാന്യപൂർവം മതപഠനത്തെ കൂടി കാണേണ്ടതിൻ്റെ ആവശ്യകത സൂചിപ്പിക്കുകയുണ്ടായി. വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ ഖുതുബകൾ ഇന്നും ഞാൻ ഓർക്കുന്നുണ്ട്. അന്ന് ഭൗതിക പഠനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഖുതുബകൾ നിർവഹിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. കാരണം മദ്രസയിലൊക്കെ കുട്ടികളെല്ലാവരും പറഞ്ഞേക്കും ആ സമയമാകുമ്പോൾ. പക്ഷേ ഒരു 7ാം ക്ലാസ്സോ ഒരു 10ാം ക്ലാസ്സോ കഴിഞ്ഞാൽ അതോടെ പഠനം നിർത്തിയിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ ഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം വേണ്ടത്ര ഉൾക്കൊള്ളാത്ത ഒരു സമൂഹമായിരുന്നു എന്നർത്ഥം. ഇന്ന് നേരെ തിരിച്ച ഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം എല്ലാവരും ഉൾക്കൊണ്ടിട്ടുണ്ട്, എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട്. എല്ലാവരും അതിനു വേണ്ടി എത്ര കാശും മുടക്കാൻ തയ്യാറാണ്, എത്ര ത്യാഗം സഹിക്കാൻ തയ്യാറാണ്. കുട്ടികൾ 10,000-കണക്കിന് മണിക്കൂറുകൾ പഠനത്തിന് വേണ്ടി മാത്രം ചിലവഴിക്കാൻ നമ്മൾ അവരെ പ്രേരിപ്പിക്കുന്നു, അത്തരം കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കുന്നു. അതിന് ഇനി ഇവിടെ സൗകര്യമില്ലെങ്കിൽ കാനഡയ്ക്കായാലും അതുപോലെ തന്നെ മറ്റ് വിദേശ രാജ്യങ്ങളിലേക്കായാലും വലിയ ബാങ്ക് ലോൺ എടുത്തിട്ട് വരെ കുട്ടികളെ പറഞ്ഞേക്കാൻ തയ്യാറാണ്. അതേ രക്ഷിതാവ് തന്നെ ഒരു 200 റുപ്യ മദ്രസ ഫീസ് അടക്കാനായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മുഖം ചുളിക്കും. ഒരു 2 മണിക്കൂർ നമ്മുടെ മദ്രസയിൽ കുട്ടി ഇരിക്കണം എന്ന് പറഞ്ഞാൽ അപ്പോഴും ഈ മുഖത്ത് ചുളിവ് വരും. എന്നുവെച്ചാൽ മതപഠനത്തോട് വളരെയധികം വിമുഖത കാണിക്കുന്ന ഒരു പ്രവണത വല്ലാതെ പെരുത്തു വന്നിട്ടുണ്ട്. നാമമാത്രമായ മദ്രസ വിദ്യാഭ്യാസമായി പോവുകയാണ്. അതിനനുസരിച്ച് നമ്മുടെ കുട്ടികൾ ദീനിനോടും ഈ വിമുഖത കാണിക്കുന്നുണ്ട് എന്നത് ഒരു ദുഃഖസത്യ. വിശുദ്ധ ഖുർആനിൽ വല്ലദീ ഖാല ലിവാലിദൈഹി ഉഫ്ഫിൻ ലകുമാ അതഅദാനിനി അൻ ഉഖ്റജ വഖദ് ഖലത്തിൽ ഖുറൂനു മിൻ ഖബ്ലി വഹുമാ യസ്തഗീസാനില്ലാഹ് വൈലക ആമിൻ. മക്കൾ പറയാണ്, നിങ്ങൾ ഈ പറയുന്ന ദീനും ഈ പരലോകവും പഠിച്ചോനും നരകും സ്വർഗമൊക്കെ അതൊക്കെ എനിക്ക് ഉൾക്കൊള്ളാൻ പ്രയാസമുണ്ട്. ഇതൊക്കെ പറഞ്ഞിട്ടാണോ നിങ്ങൾ ഇന്നെ പേടിപ്പിക്കുന്നത് എന്ന് പറയുന്ന ഒരു കാലം. അത്തരം ഒരു മക്കളെക്കുറിച്ച് ഖുർആൻ നമുക്ക് മുന്നറിയിപ്പ് തരുന്നുണ്ട്. നിസ്സഹായരായ മാതാപിതാക്കളുടെ മറുപടി അവർ പറഞ്ഞു പോവുകയാണ്, വൈലക് മോനെ നിന്റെ കാര്യം കഷ്ടം, ആമിൻ നീ ഒന്ന് വിശ്വസിക്കണം, ഇന്ന വഅദല്ലാഹി ഹഖ്, പടച്ചോനൊരു സംഗതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യസന്ധമാണ് എന്ന് പറയുമ്പോഴും ഫയഖൂലു മാ ഹാദാ ഇല്ലാ അസാത്തീറുൽ അവ്വലീൻ, ഈ ബാപ്പിമ്മിയും പറയുന്ന സംഗതിയൊക്കെ പൂർവികർ പറഞ്ഞു വെച്ച വാറോലകൾ മാത്രമാണെന്ന് പ്രതികരിക്കുന്ന കുട്ടികളുണ്ടാകുന്ന ഒരു സമയത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വ അഹ്ലീകും നാറാ, സത്യവിശ്വാസികളെ നിങ്ങളെ തന്നെയും നിങ്ങളുടെ മക്കളെയും കുടുംബത്തെയും നരകാഗ്നിയിൽ നിന്ന് കാത്തുകൊള്ളണേ എന്ന ആയത്തിന് ഇമാം അലി റളിയല്ലാഹു അൻഹു നൽകിയ വ്യാഖ്യാനം ഇമാം തിബിരി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഇമാം അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലിമൂഹും വഅദ്ദിബൂഹും, അവർക്ക് ഇസ്ലാമിനെ കുറിച്ചുള്ള അറിവ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നൽകണം, അതുപോലെ തന്നെ ശരിയായ അദബ് കുട്ടികൾക്ക് നൽകണം എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥമെന്ന് ഇമാം അലി റളിയല്ലാഹു അൻഹു വ്യാഖ്യാനിച്ചിട്ടുണ്ട്. നമുക്കൊരുപാട് സൗകര്യങ്ങൾ ഇന്ന് ദീനീ കാര്യങ്ങൾ പഠിക്കാനുണ്ട്.
നമ്മളും പഠിക്കണം, നമ്മുടെ കുട്ടികളും പഠിക്കണം. അത്തരം ദീനീ സദസ്സുകളിലേക്ക് നമ്മൾ എത്തിപ്പെടണം. നമ്മളുടെ കുട്ടികളുടെ കൈകൾ പിടിച്ചുകൊണ്ട് ഭൗതികമായ പഠനം വേണ്ടതില്ല എന്നോ അതിന് യാതൊരു പ്രാധാന്യവുമില്ല എന്നോ ഒന്നും ഈ പറഞ്ഞതിന് അർത്ഥമില്ല. പക്ഷേ അതിനേക്കാൾ പ്രാധാന്യം ദീന് പഠിക്കാനും അത് പ്രയോഗവൽക്കരിക്കാനും ശരിയായ ഇസ്ലാമിക മര്യാദകൾ കുഞ്ഞുങ്ങൾക്ക് നൽകാനും നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന സത്യവിശ്വാസികൾ ഫലപ്രഖ്യാപനം വരുമ്പോൾ എന്താവും അവസ്ഥ എന്നുള്ള കാര്യത്തിൽ ഒരു ചെറിയ ഉത്കണ്ഠയിലാണ്. ആ ഉത്കണ്ഠക്ക് വലിയ അർത്ഥമൊന്നുമില്ല. പക്ഷെ വിശ്വാസി എന്നുള്ള നിലക്ക് വിശ്വാസികളായി ഈ രാജ്യത്ത് ജീവിക്കാൻ ആവശ്യമായ ഒരു ചുറ്റുപാട് ഉണ്ടാകാൻ റഹ്മാനായ റബ്ബിനോട് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ആരൊക്കെ എത്ര സീറ്റ് നേടണ്ട, ആരൊക്കെ പ്രധാനമന്ത്രി ആകണം അതൊന്നുമല്ല നമ്മളുടെ മുമ്പിലുള്ള വിഷയം. മറിച്ച് ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് തൻ്റെ വിശ്വാസം ആ പ്രതാപത്തോടുകൂടി തന്നെ പരിരക്ഷിക്കാൻ തനിക്ക് പറ്റിയ ഒരു ചുറ്റുപാട് റഹ്മാനായ റബ്ബ് ഇവിടെ നൽകി അനുഗ്രഹിക്കണമെന്നാണ്. തൻ്റെ വിശ്വാസമനുസരിച്ച് സ്വതന്ത്രമായി ജീവിക്കാനുള്ളൊരവസ്ഥയുണ്ടാകണം. നാട്ടിൽ ശാന്തിയും സമാധാനവും ഉണ്ടാകണം. ഒരിക്കലും വിദ്വേഷത്തെ പ്രേരിപ്പിക്കുന്ന, അതിക്രമങ്ങൾക്ക് പ്രേരണ നൽകുന്ന, അതുപോലെ തന്നെ മനുഷ്യരെ കഷ്ടപ്പെടുത്തുന്ന, പാവപ്പെട്ട ന്യൂനപക്ഷത്തിൻ്റെ അവകാശങ്ങളെ ധ്വംസിക്കുന്ന, അവരെ അരുങ്കൊലക്ക് വിധേയരാക്കുന്ന അക്രമികളായ ആളുകളാകരുത് ഭരണത്തിൽ വരേണ്ടത് എന്ന് നാം ആഗ്രഹിക്കുക സ്വാഭാവികമാണ്. അത്തരം ഒരു മതേതര ജനാധിപത്യ മൂല്യങ്ങളെ മാനിക്കുന്ന കക്ഷികൾ അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ഈ ഇന്ത്യ രാജ്യത്തിൻ്റെ പവിത്രമായ മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കുന്ന ആളുകളാണ് വരേണ്ടത് എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുക എന്നത് സ്വാഭാവികമാണ്. അതിനുവേണ്ടി നാം പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അതിക്രമകാരികളിൽ നിന്ന്, അതുപോലെ തന്നെ വിദ്വേഷ പ്രചാരകളിൽ നിന്ന്, വിധ്വംസന പ്രവർത്തനങ്ങൾ നടത്തുന്നവരിൽ നിന്നൊക്കെ ഈ മഹാരാജ്യത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തുമാറാകട്ടെ. വിശ്വാസികളായ ആളുകൾക്ക് മനസ്സമാധാനത്തോടുകൂടി ഈ നാട്ടിൽ പ്രതാപത്തോടുകൂടി ജീവിക്കുവാനുള്ള അവസ്ഥാവിശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഫലസ്തീനിലും ഗസയിലും റഫയിലുമൊക്കെ ചോരപ്പുഴ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. നിരപരാധികളായ പാവപ്പെട്ട കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും നിരപരാധികളായ സിവിലിയന്മാരെയും ജൂത പിശാചുക്കൾ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനെല്ലാം അറുതി വരാനും അത്തരം അക്രമകാരികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുച്ചൂടും നശിപ്പിക്കുവാനും അവരിൽ നിന്ന് ലോകമെമ്പാടുമുള്ള വിശ്വാസികൾക്ക് രക്ഷ നൽകുവാനും നാം പ്രാർത്ഥിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് യാ മുജീബ ദഅവാതി വ യാ ഖാളിയൽ ഹാജാത്ത് റബ്ബനാ ഗ്ഫിർ ലനാ വ ലി ഇഖ്വാനിന الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم اللهم ارحمنا ولا تسلط علينا من لا يرحمنا اللهم إنا نسألك أن تجعل ثأرنا على من ظلمنا اللهم اجعل تدبيرهم تدميرا لهم اللهم اجعل كيدهم في نحورهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين.